ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇപ്പം ഷീലാമ്മയുടെ കൂടെ അഭിനയിച്ചതാണ് ഏറ്റവും കൂടുതൽ പടങ്ങൾ. പിന്നെ ഒരുപാട് നടിമാരുണ്ട്, നമ്മുടെ ജയഭാരതി, വിജയശ്രീ, അങ്ങനെ ഒരുപാട് നടിമാരുണ്ട്. അതില് ചേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട നസീസാനോട് അഭിനയിക്കുന്ന ചേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോഡിയാരാ? എനിക്ക് സാറിന്റെ ലക്കി ജോഡിയാണിത്. കാരണം സാറും ജയഭാരതിയും വന്നിട്ടുള്ള പടങ്ങളൊന്നും നസീസാറും വിജയശ്രീയും എന്ന് പറഞ്ഞ പോലെ വിജയശ്രീ മരിച്ച ശേഷം പിന്നെ കൂടുതൽ വന്നിട്ടുള്ള ജയഭാരതിയാണ്. ഷീലാമ്മ കഴിഞ്ഞാൽ പിന്നെ നാസിസാറിന്റെ ഏറ്റവും കൂടുതൽ നായികയായിട്ട് അഭിനയിച്ച ജയഭാരതി തന്നെയാണ്. പക്ഷെ അവര് അഭിനയിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് അവരൊന്ന് വിളിച്ചായിരുന്നു. ഞാൻ ഇങ്ങനെ രാജനാന്ന്, അപ്പൊ നമ്മളൊക്കെ അങ്ങ് മറന്നുപോയി. അപ്പൊ ഞാൻ പറഞ്ഞു നസീസാറിന്റെ കൂടെ ഇന്നലെ രാജനാ ചേച്ചി എന്നൊക്കെ പറഞ്ഞപ്പോ അയ്യോ ഞാനങ്ങ് മറന്നുപോയി രാജ എന്നൊക്കെ പറഞ്ഞവര്. നമ്മളൊക്കെ മറന്ന്. പക്ഷെ അവര് തമ്മിലുള്ള അഭിനയം പക്ഷെ നാച്ചുറാലിറ്റിയാണ്. കാരണം ഒന്നത്, രണ്ടാമത് നസീസാറിന്റെ മകനെ ഒരു ഇന്റർവ്യൂ നടത്തിയായിരുന്നു. ഇന്റർവ്യൂ നടത്തിയപ്പം സാറിനോട് ചോദിച്ച 50-60 നായികന്മാരായിട്ട് നസീസാർ അഭിനയിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും ഏത് നായികയോടാണ് ഇഷ്ടം, ആരെയോടാണ് കൂടുതൽ താല്പര്യം എന്നപ്പോൾ അത് പറഞ്ഞ് ജയഭാരതിയോടായിരുന്നു. ജയഭാരതിയായിട്ട് ഡാഡിയോട് അഭിനയിക്കുമ്പം അതിനൊരു പ്രത്യേക ഒരു നാച്ചുറാലിറ്റി ഉണ്ട്. അതിൻ്റെ ഉദാഹരണം നിങ്ങൾ പിന്നെ മയിലാടും കുന്നി എന്ന ചിത്രത്തിൽ ഒരു പാട്ട് സീൻ പറഞ്ഞു. പിന്നെ സന്ധ്യമയങ്ങും ആ പാട്ടത് കാണണം, അവരെ ആ അഭിനയം കാണുന്നതാണ്. അത്ര ഒരു ഇണങ്ങിച്ചേർന്ന് അഭിനയിക്കുന്ന ഒരു നടിയായിരുന്നു. എനിക്കുള്ള പ്രതിഫലമാണോ നിന്റെ നാണം, നിന്റെ നാണം സന്ധ്യമയങ്ങും നേരം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ജയഭാരതിയായിട്ട് അഭിനയിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് അഭിനയിക്കുമ്പോൾ ഞാൻ ദൂരം മാറി ഞാൻ അത് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ചില പാട്ടിലൊക്കെ ചിലപ്പോൾ സാറിൻ്റെ നമ്മൾ ഈ അടുത്തിരുന്നുകൊണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർമാർ പാട്ടൊക്കെ പറഞ്ഞു കൊടുക്കും. സാറ് നേരത്തെ പാടി വെച്ചോട്ടൊന്നുമല്ല അഭിനയിക്കുന്നത്, ഒന്നുമില്ല. അപ്പൊ കേൾക്കും അടുത്തെന്ന് പറഞ്ഞാൽ വരികൾ പറഞ്ഞു കൊടുക്കും. സാർ അത് വെച്ച് എത്ര കറക്റ്റ് ആയിരിക്കും മൂമെന്റൊക്കെ വളരെ കറക്റ്റാണ്. നേരത്തെ പാടി വെച്ചിട്ടോ അല്ലെങ്കിൽ നേരത്തെ കേട്ടിട്ടോ അല്ലെങ്കിൽ പാടി പഠിച്ചിട്ടോ ഒന്നുമല്ല സാർ, എല്ലാം സാർ അന്നേരമുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഇപ്പൊ ചില സമയത്തൊക്കെ ചില പാളിച്ചകൾ ഇല്ലെങ്കിൽ സാർ ഇങ്ങനെ ജയഭാരതി ഇതൊക്കെ പിടിച്ചൊന്നും മറച്ച് ഇപ്പ് കാണാതിരിക്കും അങ്ങനെ കൊണ്ടുപോട്ടെ. അത് പിന്നെ അത് ഒരുപാട് ആൾക്കാർ പാട്ടുണ്ട്. സാറിന് പാടാൻ പറ്റാത്ത അവസ്ഥ വരും സാറ് ജയഭാരതിയുടെ മുടിയിടലോട്ടൊക്കെ കേൾക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്.